നമസ്കാരം. ദശരഥ മഹാരാജാവ് കൈകേയിക്ക് വരം കൊടുത്തോ ഇല്ലയോ എന്നുള്ള സസ്പെൻസിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്, അല്ലേ? രാജാവ് പലതരത്തിൽ അനുനയപ്പെടുത്തി. രാജ്യം കൊടുക്കാം, സർവ്വ സൈന്യങ്ങളെ കൊടുക്കാം, രാമനെ വനത്തിൽ വിടണ്ട, ഭരതനെ രാജാവാക്കാം എന്നെല്ലാം പറഞ്ഞു നോക്കി. പക്ഷെ ഒന്നിലും കൈകേയി നിന്നില്ല. കൈകേയിക്ക് 14 വർഷം രാമനെ വനത്തിലയക്കണം, ഭരതനെ യുവരാജാവായി പട്ടാഭിഷേകം നടത്തണം. ഈ 2 ആവശ്യങ്ങൾ ഉറച്ചു തന്നെ നിന്നു. അവസാനം രാജാവ് ബോധരഹിതനായി വീണു. അപ്പോഴേക്ക് ശ്രീരാമൻ ജടാവൽക്കലധാരിയായി അച്ഛന്റെ സത്യം പരിപാലിക്കുന്നതിന് വേണ്ടി വനത്തിൽ പോകാൻ തയ്യാറായി. ശ്രീരാമന്റെ കൂടെ ലക്ഷ്മണനും സീതയും കൂടെ ഒരുമിച്ച് പോകാൻ തയ്യാറായി നിന്നു. അങ്ങനെ അവര് 3 പേരുമായിട്ട് വനയാത്രയ്ക്ക് തിരിക്കുന്നു. ദശരഥ മഹാരാജാവിന്റെ ഏറ്റവും വിശ്വസ്തനും പ്രധാനിയുമായ സുമന്ത്രർ എന്ന് പറയുന്ന മന്ത്രി അവരെ കൊണ്ട് യാത്ര തിരിക്കുന്നു. ഇതറിഞ്ഞ ആബാലവൃദ്ധ ജനങ്ങളും കണ്ണീർ പൊഴിച്ചു. അവർക്കെല്ലാം സഹിക്കാൻ പറ്റാത്ത സങ്കടമായിപ്പോയി. കാരണം അത്രയും നല്ല ഒരു യുവരാജാവായിട്ട് ജനക്ഷേമകരമായി ഭരണം നടത്തേണ്ട ആളാണ് വനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ യാത്ര തിരിച്ചു സുമന്ത്രര അദ്ദേഹത്തെ നദീതീരത്ത് വരെ എത്തിച്ചു. അവിടുന്ന് ഗുഹൻ എന്ന് പറയുന്ന കാട്ടാള രാജാവ് അദ്ദേഹത്തെയും ലക്ഷ്മണനെയും സീതയെയും കടത്തിൽ ഗംഗാ നദിയുടെ അക്കരെ കടത്തിവിട്ടു. അവിടുന്ന് അവര് 3 പേര് യാത്ര തുടർന്നു. സുമന്ത്രർ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. സുമന്ത്രർ തിരിച്ചെത്തിയതറിഞ്ഞ ഉടനെ തന്നെ ദശരഥ മഹാരാജാവ് തൻ്റെ മകനെ വിളിച്ച് കേണുകൊണ്ട് ചരമം പ്രാപിച്ചു. രാജാവിന്റെ മരണവാർത്ത നാടെമ്പാടും അറിഞ്ഞു. അപ്പോ കൈകേയിയുടെ മകനായ ഭരതനും സുമിത്രയുടെ മകനായ ശത്രുഘ്നനും കൂടി കൈകേയിയുടെ സഹോദരനായ കേകയ രാജ്യത്തെ യുധാജിത്തിന്റെ അടുത്തായിരുന്നു. ഭരതൻ ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല. അങ്ങനെ യുധാജിത്തിന്റെ അടുത്തേക്ക് കൊട്ടാരത്തിൽ നിന്ന് ദൂതന്മാർ പോവുകയും ആ ദൂതന്മാരുടെ കൂടെ ഭരതനും ശത്രുഘ്നനും തിരിച്ചു വരികയും ചെയ്തു. കൊട്ടാരത്തിൽ എത്തുന്നത് വരെ ഭരതൻ ഇതേപ്പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല. കൊട്ടാരത്തിലെത്തി വിവരങ്ങളൊക്കെ കൈകേയി മാതാവ് പറഞ്ഞു. പെട്ടെന്ന് ക്ഷുഭിതനായി ഭരതൻ. തൻ്റെ ജ്യേഷ്ഠനെ വനത്തിലേക്ക് അയച്ചതില് വളരെയധികം കോപാകുലനായ അദ്ദേഹം താനും ഇപ്പോൾ വനത്തിലേക്ക് യാത്രയാവുകയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് സന്യാസവേഷമൊക്കെ ധരിച്ച് കൊട്ടാരത്തിൽ രാമനെ അന്വേഷിച്ചു പോകാൻ തയ്യാറായി നിന്നു. അങ്ങനെ അരുന്ധതി ദേവിയും വസിഷ്ഠനും ഒരു രഥത്തിൽ, കൗസല്യയും സുമിത്രയും പിന്നാലെ മറ്റൊരു രഥത്തിൽ, ഭരതനും ശത്രുഘ്നനും കാൽനടയായി പിന്നാലെ, അതിനു പുറകെ പൗരജനം മുഴുവനും യാത്ര തിരിച്ചു. അങ്ങനെ ഒരു മഹായാത്രയാണ് ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മഹായാത്രയാണ് നടത്തിയത്. അവിടെ ചെന്നു. ചിത്രകൂടത്തിലായിരുന്നു ശ്രീരാമനും സീതയും ലക്ഷ്മണനും. പൗരജനങ്ങളെയൊക്കെ അകലെ നിർത്തിയിട്ട് ഭരതൻ മാത്രം ശ്രീരാമന്റെ അടുത്ത് ചെന്നു. തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് പൊട്ടിക്കരഞ്ഞു ശ്രീരാമൻ. അത് കണ്ടു നിന്ന ലക്ഷ്മണനും അതീവ ദുഃഖിതനായി, സീതയും അതോടൊപ്പം ദുഃഖിതയായി. എങ്കിലും ഭരതന്റെ ആഗ്രഹം പോലെ തിരിച്ചു വരാൻ ശ്രീരാമൻ തയ്യാറായില്ല. തൻ്റെ അച്ഛന്റെ സത്യം അത് വിജയിക്കാൻ, അല്ലെ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് താൻ വനത്തിലേക്ക് വന്നത്. അതിനി മാറ്റമൊന്നുമില്ല. അങ്ങനെ ശ്രീരാമന്റെ പാദുകങ്ങൾ, എന്താണ് പാദുകം? ചെരുപ്പ്, അല്ലെ മെതിയടി. അന്ന് ഉപയോഗിച്ചിരുന്ന മെതിയടിയാണ്, ഇന്നത്തെ പോലെയുള്ള ചെരുപ്പുകളൊന്നും അല്ല. അപ്പൊ ആ മെതിയടി 2 വാങ്ങിച്ച് ശിരസ് കൊണ്ട് അതിനെ നമിച്ച് അതുമായി തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു.
കൊട്ടാരത്തിൽ വന്നെങ്കിൽ അദ്ദേഹം കൊട്ടാരത്തിൽ താമസിച്ചില്ല. അദ്ദേഹം അടുത്ത് തന്നെ ഒരാശ്രമം കെട്ടി ശ്രീരാമന്റെ പാദുകങ്ങളെ അവിടെ വെച്ച് പൂജിച്ചുകൊണ്ട് രാജഭരണം തുടങ്ങി. സീതാരാമന്മാർ ചിത്രകൂട പർവ്വതത്തിൽ നിന്ന് തെക്കേ ദിക്കിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി. അങ്ങനെ അവർ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചവര് യാത്ര തുടർന്നപ്പോൾ വിരാധൻ എന്ന് പറയുന്ന രാക്ഷസൻ വന്ന് സീതയെ എടുത്തുകൊണ്ടങ്ങ് പോയി. ഉടൻ തന്നെ ശ്രീരാമൻ വീരാധന്റെ അടുത്തേക്ക് പോവുകയും വീരാധനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുകയും ചെയ്തു. വീണ്ടും അവർ യാത്ര തുടർന്നു. അവിടുന്ന് അവർ യാത്ര തിരിച്ച് കുമതവനത്തിലെത്തി. കുമതവനത്തിലെത്തി അവിടെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുകയും അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. അവിടുന്ന് വീണ്ടും യാത്ര ചെയ്ത് മുണ്ടകവനത്തിലെത്തി. അവിടെ അഗസ്ത്യന്റെ ആശ്രമം സന്ദർശിച്ചു. അപ്പം പോകുന്ന വഴിക്കൊക്കെ ദിവ്യന്മാരായ മഹർഷിമാരുടെ ആശ്രമങ്ങളുണ്ട്. ആ ആശ്രമങ്ങളിലെല്ലാം സഞ്ചരിച്ചാണ് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി യാത്ര പോകുന്നത്. അപ്പം അവര് മുണ്ടകവനത്തിലെത്തി അഗസ്ത്യാശ്രമം സന്ദർശിച്ചു. അദ്ദേഹം ശ്രീരാമന് ഒരു ശൈവ ചാപം എന്താ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ, വില്ല്, ബ്രഹ്മമായ ഒരു ബാണം, അമ്പ്, വൈഷ്ണവമായ ഒരു തൂണീരം. എന്താണ് ഈ തൂണീരം? തൂണീരം എന്ന് പറയുന്നത് അമ്പുകൾ ശേഖരിച്ച് പുറകിൽ കെട്ടുമ്പോൾ അവിടെ ഉള്ള ഒരു കൂടാണ് ഈ തൂണീരം. അപ്പം അങ്ങനെ ഇത് 3 സമ്മാനിച്ചു. ഇത് 3 സമ്മാനിച്ചെങ്കിലും ഇത് 3 അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ മാത്രം തൻ്റെ അടുത്തേക്ക് വരത്തക്കവണ്ണം ഋഷിയുടെ സന്നിധിയിൽ തന്നെ അവ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അഗസ്ത്യമുനി ഒരു ലോകമെങ്ങും കിട്ടാത്ത അസുലഭമായ ഒരു ദിവ്യ ആഭരണം ശ്രീരാമന് സമ്മാനമായി നൽകി. ശ്രീരാമൻ ആ ദിവ്യാഭരണം സീതയുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ വീണ്ടും അവർ യാത്ര തുടർന്നു. അവര് അഗസ്ത്യമുനിയിൽ നിന്ന് ഈ വിശിഷ്ടമായ ഉപഹാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്തു. അതായത് രാവണാദികളായ രാക്ഷസ പരീക്ഷകളെ മുഴുവൻ നിഗ്രഹിച്ച് മഹാമുനിമാർക്ക് തപസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തത്. അവിടെ നിന്ന് അവര് തിരിച്ച് ദണ്ഡകാരണ്യത്തിലെത്തി. ദണ്ഡകാരണ്യത്തിന്റെ ഒരു വശത്തുള്ള മഹാക്രൗഞ്ചം എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ സമ്പാദിയുടെ അനുജനും ദശരഥന്റെ ബാല്യകാല സുഹൃത്തുമായ ജടായുവിനെ കണ്ടെത്തി. ജടായുവുമായി പരിചയപ്പെടുകയും ജടായുവുമായി ഒരു നല്ല സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. അന്യോന്യം എന്തു വന്നാലും സഹായിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധം അവർ തമ്മിൽ സ്ഥാപിക്കുകയും ചെയ്തു. ദണ്ഡകാരണ്യത്തിൽ നിന്ന് അവര് ഗോദാവരി തീരത്തേക്ക് എത്തി. ആ ഗോദാവരി നദിയുടെ തീരത്തിനടുത്ത് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എന്താണ് ഈ പഞ്ചവടി? 5 വടവൃക്ഷങ്ങൾ, വടവൃക്ഷം എന്ന് പറഞ്ഞാൽ പേരാൽ എന്നാണ്. 5 വടവൃക്ഷങ്ങൾ ഒരേ വലിപ്പത്തിലും ഒരേ ആകൃതിയിലും 5ഉം ഇങ്ങനെ ഒരു നല്ല ക്രമമായിട്ട് നിൽക്കുന്ന ആ സ്ഥലത്ത് ഒരാശ്രമം നിർമ്മിക്കാൻ ശ്രീരാമൻ താല്പര്യം കാണിച്ചു. അങ്ങനെ ആ സ്ഥലത്ത് ലക്ഷ്മണൻ പർണശാല കെട്ടാനായിട്ട് ആരംഭമിട്ടു. അങ്ങനെ പർണശാല കെട്ടുന്ന സമയത്ത് അവിടെ ഒരു കരിന്താളി വൃക്ഷം നിൽപ്പുണ്ടായിരുന്നു. ആ കരിന്താളി വൃക്ഷത്തിനെ വെട്ടിക്കളയണമായിരുന്നു. അങ്ങനെ ആ കരിന്താളി വൃക്ഷത്തെ ലക്ഷ്മണൻ വെട്ടിമുറിച്ചപ്പോ ആ കരിന്താളി വൃക്ഷം അപ്രത്യക്ഷമാകുകയും അവിടെ ഒരു യുവരാക്ഷസന്റെ മൃതശരീരം കാണുകയും ചെയ്തു. ശ്രീരാമൻ നോക്കിയപ്പോൾ അത് ശൂർപ്പണഖയുടെ മകനായ ശംഭുകുമാരനായിരുന്നു. ഈ ശംഭുകുമാരൻ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ശ്രീരാമനോടൊപ്പം നടന്നു വരുന്ന സീതാദേവിയുടെ അഭൗമ ലാവണ്യം കണ്ട് അവരെ കാണുന്നതിന് വേണ്ടി, അല്ലെ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഈ വടവൃക്ഷത്തിന്റെ സൈഡിലോട്ട് കരിന്താളി വൃക്ഷമായിട്ട് മാറി നിന്നതാണ്. അപ്പോ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും ഈ രാക്ഷസന്മാരുടെ മായാവിക്രിയകളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. 13 വർഷം കഴിഞ്ഞു. 14ാമത്തെ വർഷം, അതായത് വനവാസത്തിന്റെ അവസാന കാലഘട്ടം. ആ സമയത്ത് ശ്രീരാമന്റെയും സീതയുടെയും ജീവിതത്തിൽ പല മറിമായങ്ങളും നടക്കുമെന്ന് ശ്രീ പരമേശ്വരനും പാർവതി ദേവിക്കും അറിയാം. അപ്പൊ ഏതൊരു സാഹചര്യത്തിലും ശ്രീരാമന് സീതയെയും സീതയ്ക്ക് ശ്രീരാമനെയും തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ള ഒരു ചെറിയ പരീക്ഷണത്തിന് അവർ തയ്യാറായി. അങ്ങനെ സീതാദേവി ഒരു ദിവസം വെള്ളമെടുക്കാനായിട്ട് ഗോദാവരി നദിയുടെ തീരത്തെത്തി. അപ്പൊ അതിന്റെ മണൽത്തിട്ടയില് ഒരു തടാകം ഉണ്ടായിരുന്നു. അവിടെ 2 അരയന്നങ്ങൾ വിനോദത്തോടുകൂടി കളിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടു. സീതാദേവി അതിനടുത്തേക്ക് ചെന്നപ്പോൾ ശ്രീരാമൻ ആ തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, എന്തേ ഭവതി വരാൻ താമസിച്ചത്? വരൂ, ഇങ്ങോട്ട് വരൂ, ഇതിൽ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞു. അപ്പൊ സീതാദേവി വളരെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ അത് ശ്രീരാമനല്ല എന്ന് ദേവിക്ക് മനസ്സിലായി. അപ്പൊ ദേവി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, എന്താണ് ദേവി വരാഞ്ഞത് എന്ന് ചോദിച്ചു. അത് ദേവി എന്റെ കൂടെ വന്നുമില്ല, ഇപ്പോഴും താമസിച്ചു, അതുകൊണ്ടാണ്. അപ്പൊ അതല്ല, കൈലാസത്തിൽ നിന്ന് ശ്രീപാർവതി ദേവിയെ കണ്ടില്ലല്ലോ, നിങ്ങൾ 2 പേരും അതുല്യരായിട്ടുള്ളവരാണ്, നിങ്ങൾ ഒരുമിച്ചല്ലേ ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചപ്പോ പരമേശ്വരൻ പറഞ്ഞു, അല്ലയോ സീതാദേവി, ഭവതി വിജയിച്ചാലും ഞാനിപ്പോൾ തന്നെ ശ്രീരാമനെ കണ്ട് നമസ്കരിച്ചിട്ട് കൈലാസത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ യാത്രയായി. ഇവിടെ ആശ്രമത്തിൽ തന്റെ ഭാര്യയെ കാണാതെ സീതാദേവിയെ പോയിട്ട് ഒരുപാട് താമസിച്ചു, ഇതുവരെ കണ്ടില്ല. അസ്വസ്ഥനായിട്ട് അങ്ങനെ ശ്രീരാമൻ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഒരു താമരപ്പൂവില് നോക്കിയും ശ്രീരാമനെ നോക്കിയും വളരെ ഹൃദയകാരിയായി ഒരു സതീരത്നം നടന്നു വരുന്നു. അത് സീതയാണെന്നാണ് രാമൻ ആദ്യം വിചാരിച്ചത്. എന്നാൽ തന്റെ അടുത്തെത്തിയപ്പോൾ അത് സീതാദേവി അല്ലെന്നും ശ്രീപാർവതിയാണെന്നും ശ്രീരാമന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഭവതി, അങ്ങ് അവിടുത്തെ അർദ്ധഭാഗം എവിടെ? അവിടുത്തെ ഭഗവാൻ എവിടെ? ഭഗവാനെ വിട്ടിട്ട് ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. തത്സമയം പാർവതി ദേവി ശ്രീരാമനോട് പറഞ്ഞു, അങ്ങ് സർവശക്തനും സർവജ്ഞനുമാണ്, അങ്ങക്ക് വിജയമുണ്ടാകും, ഞാൻ ഇപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് യാത്രയാവുകയാണ് എന്ന് പറഞ്ഞ് പോയി. അപ്പൊ അവരുടെ ആ പരീക്ഷണത്തിൽ ശ്രീരാമനും സീതാദേവിയും വിജയിച്ചു. അടുത്ത ഭാഗം ശൂർപ്പണഖയുടെ വരവാണ്. അത് അടുത്ത എപ്പിസോഡിൽ. ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റു കൂട്ടുകാരോടൊക്കെ പറയണം ഈ കഥകൾ കേൾക്കാൻ, അല്ലേ മീന? ഇനി നമുക്ക് ഒത്തുകൂടണം. എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങളൊക്കെ കൂടെ വന്നിരിക്കും. അപ്പൊ ടീച്ചർ ബാക്കി കഥകൾ ഒരുപാട് പറഞ്ഞു തരും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കണം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.